പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹെബ്രായ ലേഖനം 11:1 പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. സാധാരണയായി വിശ്വാസം ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ ഒരു മൂല്യ സംഹിതയോടോ ഉള്ള അചഞ്ചലമായ ബോധ്യമാണ് വിശ്വാസം. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം എല്ലാ മതങ്ങളിലുണ്ട്. അതിനെ നമുക്ക് കോമൺ ഫെയ്ത്ത് എന്ന് പറയാം. നമ്മളിവിടെ ചിന്തിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ എൻ്റെ വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസം എന്നത് എന്താണ്. എൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ഏകജാതനെ അയക്കാൻ തിരുമനസ്സായ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം, അല്ലെങ്കിൽ അടിയുറച്ച ബോധ്യമാണ് എൻ്റെ വിശ്വാസം. ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ, എൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത, ക്രിസ്തു ചെയ്ത രക്ഷാകര കർമ്മങ്ങളിലുള്ള അടിയുറച്ച ബോധ്യമാണ് എൻ്റെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം. അപ്പം എന്താ രക്ഷാകര കർമ്മങ്ങൾ എന്ന് വെച്ചാൽ അത് നമുക്കറിയാവുന്നതാണ്. രക്ഷാകര കർമ്മങ്ങൾ എന്ന് വെച്ചാൽ യേശുവിൻ്റെ ജനനം, പീഡാസഹനം, മരണം, ഉത്ഥാനം, ഇവയാണ്. നാം നേരത്തെ കണ്ടു ഹെബ്രായ ലേഖനം 11:1 പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യം. അപ്പം എന്താണ് പ്രത്യാശിക്കുന്നവ? പ്രത്യാശിക്കുന്നവ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുൻപിലുള്ളതോ ഇപ്പോഴുള്ളതോ ഒന്നുമല്ല, മറിച്ച് ദൈവമഹത്വത്തിൽ പങ്കുചേരാനുള്ള ബോധ്യമാണത്. ആത്യന്തികമായി പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തിരിച്ചറിവുള്ള കുട്ടികൾ മുതൽ പ്രായാധിക്യം വരെയുള്ള വ്യക്തികൾ വരെ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. അതെന്താ? സ്വർഗത്തിൽ പോകാനാണ്. അപ്പോൾ സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരാൻ ഉള്ളൊരാഗ്രഹം, അതാണ് പ്രത്യാശിക്കുന്നത്. എന്ന് വെച്ചാൽ പൗലോസ്ലീഹ തൻ്റെ റോമാലേഖനത്തിലെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പ്രകാരമാണ്, നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവ മഹത്വത്തിൽ പങ്കുചേരാനുള്ള ഒരു അടിയുറച്ച ബോധ്യവും നമുക്കതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? വിശ്വാസം മാത്രമല്ല, ദൈവമഹത്വത്തിൽ പങ്കുചേരാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. കാരണം നമ്മുടെ വിശ്വാസം എന്താണ്? അതിന് ഏത് വിധത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത്, എങ്ങനെ കൊണ്ടുവരുന്നത്? ദൈവം വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ താത്വികമായി ചിന്തിക്കുന്നതിനേക്കാൾ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ, എനിക്ക് സ്നേഹമുള്ള എൻ്റെ അപ്പച്ചൻ ഒരു കാര്യം പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴൊക്കെയും എനിക്കറിയാം എൻ്റെ നന്മയ്ക്ക് ഉതകുന്നത് എൻ്റെ അപ്പച്ചൻ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ഞാനും എൻ്റെ പിതാവും അല്ലെങ്കിൽ അപ്പച്ചനുമായുള്ള ഒരു ബന്ധം, ഈ ബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് സ്നേഹവും. അതിനെ പിന്തുടരുന്നതും അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതുമാണ് എൻ്റെ വിശ്വാസബോധ്യം, എൻ്റെ അപ്പച്ചനോടുള്ള വിശ്വാസബോധ്യം. പൂർവ്വ പിതാവായ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് നാം പറയുന്നത്. കാരണം ഒരു പുരുഷായുസ്സ് മുഴുവൻ ഒരു പുത്രന് വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ. നമുക്കറിയാം, വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിലേക്കുള്ള ഒരു എടുത്തുചാട്ടം പോലെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിലെ
കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, ഏതാ സ്ഥലമെന്ന് പറഞ്ഞിട്ടില്ല. ഇറങ്ങി പുറപ്പെടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ദൈവത്തിൽ അന്ധമായി വിശ്വസിച്ച് ദൈവം തരുന്നതെല്ലാം ഉപരി നന്മയ്ക്കാണെന്ന് ഉള്ള ഒരു വിശ്വാസ ബോധ്യത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവം പറയുന്നത് കേൾക്കുകയും തദനുസരണം ജീവിക്കുകയും ഇല്ലെങ്കിൽ അതനുസരിച്ചാൽ അനുഗ്രഹമാണ്. ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിധേയത്വമാണ് വിശ്വാസം. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവേഷ്ടത്തിനെ നാം ഓരോരുത്തരും പ്രത്യുത്തരിക്കുമ്പോഴാണ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വിശ്വാസം ജീവിക്കാനാകുക. ദൈവഹിതത്തോടുള്ള വിധേയത്വം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കുകയാണ് പിതാവായ അബ്രാഹാം. പുത്രന് വേണ്ടി കാത്തിരുന്നു. പുത്രനെ കിട്ടിയതിന് ശേഷമോ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മോറിയ മലയിലെ പുത്രനെ ഹോമബലിയായി നൽകാനുള്ള ഒരു ആഹ്വാനവും കൂടി ലഭിക്കുകയാണ്. എല്ലാം അനുസരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നത് ദൈവേഷ്ടം പൂർത്തിയാക്കുക മാത്രമല്ല, അനുസരിക്കുക. അപ്പോഴാണ് അനുസരണം ബലിയാകുന്നതും അനുസരണം പിന്നീട് അനുഗ്രഹമായി മാറുന്നതും. എന്തിനേറെ ദൈവത്തെ പ്രസാദിപ്പിക്കുക ഒരു സമസ്യയായി കണ്ട പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവൻ ദൈവേഷ്ടത്തിന് അടിയറവ് വെച്ചതാണ്. ഹെബ്രായ ലേഖനം 11:6 വചനം ഇപ്രകാരം പറയുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ ശരണം വയ്ക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നന്മകൾ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസം ദൈവത്തിൽ മാത്രമായിട്ടുള്ള വിശ്വാസം ആകാനായിട്ട് നമുക്ക് മുന്നിലെ മുൻഗാമികളായി തിരുവചനം സാക്ഷിക്കുന്ന വിശ്വാസികളെ പിതാവായ അബ്രാഹവും വിശ്വാസം ജീവിച്ച പരിശുദ്ധ അമ്മയും. പരിശുദ്ധ അമ്മ ദൈവത്തെ പ്രസാദിപ്പിക്കുക തൻ്റെ വിശ്വാസത്തിൻ്റെ പരിപൂർത്തി വരുത്തുന്നത് സമ്പൂർണമായി ദൈവേഷ്ട പ്രസാദത്തിലൂടെ അല്ലെങ്കിൽ ദൈവഹിതം അനുവർത്തിക്കുന്നതിലൂടെയാണ്. ദൈവം അനുവദിക്കുന്നതെല്ലാം അതായിരിക്കും വിധം സ്വീകരിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള സന്നദ്ധതയാണ് വിശ്വാസം. തൻ്റേതായ ആഗ്രഹങ്ങൾ പരിപൂർത്തിയിൽ എത്താതെ വരുമ്പോഴും അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാതെ ആകുമ്പോഴും ദൈവപരിപാലനയിൽ മാത്രം അടിയുറച്ച് നിൽക്കുന്ന ആത്മബലമാണ് വിശ്വാസം. അതൊരു ജീവിത ശൈലിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പം നമുക്കെന്താ വേണ്ടത്? നമ്മുടെ ജീവിതത്തെ ഒരു പരിധിവരെ നാം നമ്മുടെ ആത്മാവും ശരീരവും ഒന്നു ചേർന്നിരിക്കുന്നത് പോലെ ഇതിനേക്കാൾ എത്രയോ അടുത്ത് നാം വിശ്വാസം അർപ്പിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ആത്മാവും ശരീരവും ഇത്ര അടുത്തിരിക്കുന്നത് നമുക്കറിയാം. അതിനേക്കാൾ അടുത്ത് നാം വിശ്വാസം അർപ്പിച്ചിട്ടുള്ള നമ്മുടെ ദൈവം നമ്മുടെ കൂടെയാണ്. അവൻ്റെ പേര് തന്നെ എമ്മാനുവൽ എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മോട് കൂടെ. അങ്ങനെയുള്ള ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും. ആ ദൈവത്തെയാണ് ഞാൻ ഉൾക്കൊണ്ട് സ്നേഹിക്കുന്നതും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ വിശ്വാസം ഒരു ജീവിതചര്യയായി മാറ്റാൻ നാം എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകമായി ഒത്തിരി വിശ്വാസ ബോധ്യങ്ങളെ കണ്ടെത്താൻ നമുക്കറിയാം. നമുക്കറിയാം, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളാണ് അനുദിനം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നതും
അറിഞ്ഞും അറിയാതെയും ചൊല്ലുകയും തന്നെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. 12 വിശ്വാസ സത്യങ്ങൾക്ക് അടിസ്ഥാനമിട്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. നമുക്കറിയാം നമ്മുടെ വിശ്വാസ ജീവിതം എത്ര കണ്ട് വിപുലമാകുന്നു അല്ലെങ്കിൽ ശക്തിമത്താകുന്നു, അത്ര കണ്ട് ദൈവവുമായിട്ടുള്ള ആഴമായ അടിയുറച്ച ബന്ധത്തിലേക്ക് നമുക്ക് ഉളിയിട്ടിറങ്ങാൻ കഴിയും. വിശ്വാസമാകുന്ന ഗനിക്കുള്ളിലേക്ക് ആഴത്തിലേക്ക് ഉളിട്ട് ഇറങ്ങും തോറും നാം കണ്ടെത്തുന്നത് ആഴമായ ദൈവസ്നേഹ അനുഭവമാണ്. ദൈവവും ഞാനും ഒന്നാകുന്ന ഒരവസ്ഥയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വിളക്ക് വെച്ച് പരിശോധിക്കാൻ നമ്മുടെ വിശ്വാസ യാത്ര അല്ലെങ്കിൽ വിശ്വാസ അവസ്ഥ നമ്മെ പ്രാപ്തരാക്കും, അല്ലെങ്കിൽ അതിലേക്ക് എത്തി നോക്കാൻ നമ്മെ സഹായിക്കും. വിശ്വാസ ബോധ്യങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ വിശ്വാസ ബോധ്യങ്ങൾ നമുക്കറിയാം അനുദിന ജീവിതത്തിൽ. 1-2 വിശ്വാസ ബോധ്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിശ്വാസ ബോധ്യം, ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവളാണ്, വിലപ്പെട്ടവനാണ്. രണ്ടാമത്തെ, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ഏശയ്യാ പ്രവചനം 43-ാം അധ്യായം 4-ാം വചനത്തിൽ പറയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണെന്ന്. ഇംഗ്ലീഷ് വേർഷനിൽ കുറച്ചുകൂടി ശക്തമായ രീതിയിലാണ് പറയുന്നത്, യു ആർ വെരി പ്രഷ്യസ് ഇൻ മൈ സൈറ്റ് ആൻഡ് ഓണേഡ്, ഐ ലവ് യു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. വീണ്ടും പൗലോസ്ലീഹ തൻ്റെ 1 കൊറിന്ത്യോസ് 6:19-20 വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ ദൈവസന്നിധിയിലെ നാം ഓരോരുത്തരും എത്രയോ വിലയുള്ളവരാണ്. നാം ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ഇത് തന്നെ നമ്മെ എന്തിലേക്ക് നയിക്കും? പ്രത്യാശയും പ്രതീക്ഷയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കും. രണ്ടാമത്, മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വചനത്തിൽ പറയാണ്, അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ദൈവത്തിന് നമ്മെ എന്ത് ഇഷ്ടമാണെന്നോ. അവൻ ഇഷ്ടപ്പെട്ടവരെയാണ് അവൻ അടുത്തേക്ക് വിളിച്ചത്. നമുക്കറിയാം, നമുക്ക് അസ്തിത്വത്തിലേക്കൊരു വിളിയുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയാകാൻ ഞാൻ തീരുമാനിച്ചതോ നമ്മൾ തീരുമാനിച്ചതോ അല്ല. ദൈവത്തിൻ്റെ വലിയ വിളിയാണ് ഒരു ക്രൈസ്തവനാകാനുള്ള വിളി. അത് ദൈവദാനമാണ്. എന്നിട്ടോ ഈശോ നമ്മളൊരു വേർതിരിച്ച് നിർത്താണ്. മാമുദീസായിലൂടെ വിവിധ കൂദാശകളിലൂടെ നമ്മെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാക്കി മാറ്റി നിർത്താണ്. എന്തിനെന്നോ, തനിക്കിഷ്ടപ്പെട്ടവരെ അവിടുന്ന് തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ ആ ഇഷ്ടപ്പെട്ടവരിൽ ഞാനും നിങ്ങളും ഭാഗവാക്കുകളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ടവൾ ആണ്. ഒന്ന് ചിന്തിച്ചേ, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വിലപ്പെട്ടവളും ഇഷ്ടപ്പെട്ടവളൊക്കെ ആണെങ്കിലേ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത്? മറ്റുള്ളവർ എന്നെ വില വെച്ചില്ലെങ്കിൽ എന്ത്? സർവാധിപനായ ഒരു ദൈവം, സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, ആ ദൈവം അങ്ങകലെ ആകാശത്തിനപ്പുറത്തല്ല, അവൻ ഇന്ന് ഇപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളിലാണ്. ആ ദൈവത്തിന് എന്നെ വിലയുണ്ട്, ആ ദൈവത്തിന് എന്നെ ഇഷ്ടമുണ്ട്. എങ്കിൽ മോനെ മോളെ, നീ എന്തിന് പ്രയാസപ്പെടണം? നീ എന്തിന് ആകുല ചിത്തയാകണം? നീ എന്തിന് വേദനിക്കണം, ദുഃഖിക്കണം? നമ്മുടെ എല്ലാ അനുദിന ജീവിതത്തിലെ അസ്വസ്ഥതകളൊക്കെയും വരുന്നത് മറ്റുള്ളവർ എന്നെ മാനിച്ചില്ല, നോക്കിയില്ല, കണ്ടില്ല, മിണ്ടിയില്ല, സംസാരിച്ചില്ല, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് നമ്മൾ കുടുങ്ങിക്കിടന്ന് ആകുലതയുടെ ആവരണം അണിഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇത്രയ്ക്കും വലിയ ഒരു ദൈവം, അവൻ നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ നയിച്ച് നമ്മെ പരിപാലിച്ച് നമ്മെ പ്രോത്സാഹിപ്പിച്ച് നമ്മെ അംഗീകരിച്ച് വിലയുള്ളവനായി കണ്ട് നമ്മെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കൂടെ നടക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ ഒരു അനുഭവം
നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കണം. കാരണം വേർതിരിക്കപ്പെട്ട് സ്വന്തമാക്കിയവൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ട് നമുക്ക് നടക്കാനാവണം, നമുക്ക് ജീവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ഈ 2 ബോധ്യങ്ങളിലേക്ക് വരുമ്പോൾ നാം ചിന്തിക്കണം, വിശ്വാസത്തിൽ ആഴപ്പെട്ടും സ്നേഹത്തിൽ അധിഷ്ഠിതമായും ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് ഈ വേക്കൂടെ, ഈ മാർഗത്തിലൂടെ, ഈ വഴിയിലൂടെ നമുക്ക് ചരിക്കാൻ കഴിയുക. വിശ്വാസം പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, വിശ്വാസം എന്ന് പറയണത് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയിലൂടെയല്ല. അതായത് ശരിക്കുള്ള കാഴ്ച എന്ന് വരുന്നത് വിശ്വാസത്തിലൂടെയാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അതല്ലാത്തത്, അപ്പോൾ കാഴ്ചപ്പാട് മാറാനും ശരിയായ കാഴ്ച കിട്ടുന്നതും വിശ്വാസത്തിലൂടെയാണ്. പിന്നെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അവിശ്വാസം വരുമ്പോഴെന്താ ഉണ്ടാകുന്നത്? അന്ധത വരാണ്. വിശ്വാസം തെളിവുള്ള കാഴ്ചയായി മാറുമ്പോൾ അവിശ്വാസം അന്ധതയാണ് വരുത്തുന്നത്. 2 കൊറിന്ത്യസ് 4:4 പറയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ എന്താ ചെയ്യുന്നത്? അവരെ അന്ധമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അന്ധതയിലെ ഉഴലുന്നത്. അപ്പോൾ ഇങ്ങനെ അവിശ്വാസികളായ അവരുടെ ഹൃദയങ്ങളെയാണ് ഈ ലോകത്തിൻ്റെ ദേവൻ വശീകരിക്കുന്നത്. നാം ചിന്തിക്കണം, ഞാനിപ്പോൾ ഈ ലോകത്തിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന പന്താവിലാണോ? ഏത് വഴിയിലാണ് ഇപ്പം ഞാൻ പോകുന്നത്? ഞാൻ എൻ്റെ ട്രാക്ക് മാറണോ? ഇപ്പം ഈ പോകുന്ന ട്രാക്കിൽ കൂടെ തന്നെയാണോ ഞാൻ പോകണ്ടേ? അതെയോ ഇനി ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് ഇനി ഒന്ന് ചിന്തിക്കുക, ഞാൻ പോകുന്ന ട്രാക്ക് ശരിയല്ലേ, അത് ഈശോ ആഗ്രഹിക്കുന്നതല്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ ശരിക്കും വിശ്വാസം എന്നതിൻ്റെ ഒരു വിപരീത പദമായിട്ട് അവിശ്വാസത്തെ എടുക്കാൻ പറ്റില്ല. തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാട് ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസത്തിന് വ്യതിചലിച്ച് വരുന്ന ഒരു കാര്യം എന്താണ്? ഭയമാണ്. ഭയം എന്ന് വെച്ചാൽ എന്താ? അഭയമില്ലാത്തവനാണ് ഭയം ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് നമുക്ക് എവിടെയാണ് അഭയം വേണ്ടത്? നമ്മിൽ വസിക്കുന്ന, നമ്മോടൊത്ത് ചരിക്കുന്ന, നമ്മെ ശക്തരാക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ഒരിക്കലും പിരിയാസഹിത്വം സ്ഥാപിച്ചിട്ടുള്ള അവനിലാണ് നമുക്ക് അഭയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ബൈബിളിലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 പ്രാവശ്യം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിലെ 365 ദിവസമാണുള്ളത്. എല്ലാ ദിവസവും നമ്മുടെ വചനം പറയാണ്, വചനം അതൊരു വ്യക്തിയാണ്, വചനം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്, അത് ദൈവവചനമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 198 ഖണ്ഡികയിൽ പറയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത് ദൈവത്തിലാണ്. കാരണം ദൈവം ആദിയും അന്ത്യവുമാണ്. അപ്പോൾ വിശ്വാസം സമാരംഭിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ വചനം, യോഹന്നാന്റെ സുവിശേഷം 1:14 പറയും, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ വചനം ദൈവമാണ്, ആ ദൈവം യേശുവാണ്, അവൻ്റെ പേരാണ് യേശു. അപ്പോൾ യേശുവാണ് വചനം മാംസം ധരിച്ചവൻ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ ഭയത്തെ ദൂരീകരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഭയത്തെ ദൂരീകരിക്കാൻ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. എന്ത്? 1 യോഹന്നാൻ 4:18 പറയാണ്, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. കൂടെ ഒത്തിരി ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എന്താണ് ഭയം ഇല്ലാതെയാകുന്നത്? ഭയം വരുന്നത് ചില വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ വസ്തുക്കളെയോ ജന്തുക്കളെയോ ജീവികളെയോ ഒക്കെയാണ് ഭയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? മത്തായിയുടെ സുവിശേഷം 28:18 പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സർവാധിപനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ കാൽക്കീഴിലാണ് ഈ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും
നിലകൊള്ളുന്നതെങ്കിൽ ആ ദൈവം എൻ്റെ കർത്താവാണ്. എല്ലാത്തിൻ്റെ ഉടമയായ, എല്ലാത്തിനും മേൽ ഉടമസ്ഥാവകാശമുള്ള ആ ജീവിക്കുന്ന ദൈവം എൻ്റെ കർത്താവാണ്. ഞാനോ അവൻ്റെ വകയാണ്. പിന്നെ ഞാൻ എന്തിനെ ഭയപ്പെടണം? ഞാൻ എന്തിന് പേടിക്കണം? അപ്പോൾ നമ്മുടെ ഭയം ദൂരീകരിക്കാൻ പറ്റുക നമ്മൾ ആരുടെ കീഴിലാണ് എന്നതിൽ നിന്നാണ് ഭയം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യകതയും വരുന്നത്. അപ്പോൾ നമുക്കറിയാം, മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വചനങ്ങളിലെ പ്രാർത്ഥനയ്ക്കും പ്രബോധനത്തിന് ശേഷം യേശു മലമുകളിൽ പോകുകയും ശിഷ്യന്മാർ തനിയെ വഞ്ചിയിലൂടെ അക്കരയ്ക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി വഞ്ചി തുഴയുന്നത്. കാരണം തിരമാലകൾ അത്ര ശക്തമാണ്. ഈ കാര്യം യേശു മനസ്സിലാക്കിക്കൊണ്ട് അവൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരികയാണ്. തിരമാലകൾ കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാർ കുറെ കൂടെ ഉച്ചത്തിൽ നിലവിളിച്ചു. ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ യേശു പറയാണ്, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. നമ്മളോട് തന്നെ പറയേണ്ടതാണ്, എനിക്ക് ഭയപ്പെടുന്ന സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ വ്യക്തികളോ എന്തുമാകട്ടെ, ഞാൻ എന്നോട് തന്നെ പറയണം. എന്നെ വസിക്കുന്ന ദൈവം പറയാണ്, ആ യേശു പറയാണ്, നീ എന്തിനു ഭയപ്പെടണം? ഇത് ഞാനാണ്, ഞാൻ നിൻ്റെ ഉള്ളിലില്ലേ? അവൻ പറയാണ്. അപ്പോഴേ ശിഷ്യന്മാർ നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അതുവരെ തങ്ങളെ പേടിപ്പിച്ച തിരമാല യേശുവിൻ്റെ കാലിൻ്റെ അടിയിലാണ്. പിന്നെ അവർക്കൊരു ഭയാശങ്കകളും ഇല്ല. അവർ യേശുവിനോട് കൂടെ അങ്ങനെ സന്തോഷമായിട്ട് വന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമുക്കറിയാവുന്നതാണ്. തടവറയുടെ അത്ഭുതം എന്ന് തന്നെയാണ് അതിൻ്റെ സബ് ഹെഡിങ്. അപ്പോൾ അതിലെ എന്താ വരുന്നത്? വചനം പ്രസംഗിച്ചതിനെ അടിച്ച് പ്രഹരിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിനെ സീലാസിനെയാണ് വചനം അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് അവരെന്താ കാണുന്നത്? കയ്യിൽ ആമം വെച്ചിട്ടുണ്ടെങ്കിലും കാരാഗൃഹത്തിൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാറ്റിനുമേൽ അധിപനായ സർവാധിപനായ ദൈവത്തെയാണ് അവരെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്. അപ്പം അതുകൊണ്ട് അവരെ ആ യേശുവിനെ, എല്ലാറ്റിന്മേൽ അധികാരമുള്ള യേശുവിനെ മുന്നിൽ കണ്ട് സ്തുതിച്ച് കീർത്തനം പാടി മഹത്വപ്പെടുത്തി. അപ്പോഴെന്തുണ്ടായി? കൈകളെ ആമം വെച്ച ചങ്ങലകൾ അഴിഞ്ഞു, ബന്ധനങ്ങൾ അഴിഞ്ഞു, വാതിലുകൾ തുറക്കപ്പെട്ടു. ഇവരെ സൂക്ഷിക്കാൻ നിന്ന കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാർ പോലും യജമാനന്മാരെ എന്ന് വിളിച്ച് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിന്നിൽ വസിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കുക. നിൻ്റെ കുടുംബം ആ യേശുവിൽ ഒന്ന് ആശ്രയിക്കുക, ഒന്ന് ശരണപ്പെട്. നിൻ്റെ പ്രതിസന്ധികളിൽ നിന്നോട് സംസാരിക്കുന്ന സദ്വാർത്തിയാണ് യേശു. ആ യേശുവിനെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾക്കുള്ളിൽ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ ശക്തിയാണ്. എല്ലാ അസ്വസ്ഥതകളിലും സ്വസ്ഥത നൽകുന്നതാണ് അങ്ങ്. കർത്താവേ, അങ്ങയോടൊത്തുള്ള ഞങ്ങളുടെ വാസം ഞങ്ങൾക്ക് ഏറെ ശക്തിയും ധൈര്യവും ഒപ്പം ബലവുമാണ്. അങ്ങയോടുകൂടെ ജീവിക്കുവാൻ, അങ്ങേ ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയോട് ആലോചന ചോദിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന സർവ്വമക്കളെയും നിന്റെ കൃപയാൽ നിറച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തണേ. അനുഗ്രഹിക്കണമേ ഈശോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ